കോളേജിൽ ചെല്ലുമ്പോ അച്ഛനോട് ഇംഗ്ലീഷ് വല്ലതും ചോദിച്ചാ കുഴഞ്ഞു പോകും കേട്ടാ. മറുപടി പറഞ്ഞേക്കണം. അച്ഛനോട് ഇംഗ്ലീഷിലൊന്നും ചോദിക്കില്ല. ഒന്നുകൂടെ അങ്ങാട്ട് മിനിങ്ങട്ട. അച്ഛൻ ഒരു മുണ്ടും കുപ്പായവും കൂടെ മേടിക്കണം. ചുളുങ്ങാത്ത ഒരു മുണ്ട്. ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ, ഭാഗ്യം. കോളേജിലൊക്കെ വരുമ്പോ വെളുത്ത മുണ്ടും കുപ്പായോട്ട് മെനക്ക് നടന്നില്ലെങ്കിൽ എന്റെ മുത്തിന് മോശപ്പേരാണ്. കൂട്ടുകാരിക്കടെ കൂടെ മകള് നടക്കുമ്പോ വഴിയിലെങ്ങാനും വെച്ച് കണ്ട കുപ്പായം മുഷിഞ്ഞതാണെങ്കിൽ അച്ഛൻ മുണ്ടാനും പറയാനും ഒന്നും നിൽക്കുകയല്ല. അച്ഛനാണെന്ന് മകള് കൂട്ടുകാരോട് പറയാൻ വേണ്ട. അച്ഛൻ ഇതെന്താ ഈ പറയണേ? ചെങ്ങായിമാരൊക്കെ അറിഞ്ഞ എന്റെ മകൾക്ക് മോശപ്പേര്. അപ്പോ ഇതൊക്കെയാണ് അച്ഛന്റെ മനസ്സിലല്ലേ? കുപ്പായം മുഷിഞ്ഞെന്ന് വെച്ച് എന്റെ അച്ഛനല്ലാതാവോ? എന്നെ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണേ? ഇനി മേലൽ ഇതുപോലൊക്കെ പറഞ്ഞ എനിക്കറിയാം, പഠിപ്പും എല്ലാം ഞാൻ അവസാനിപ്പിക്കും. എന്താണ് കുപ്പായം തേച്ച് മേക്കണുണ്ടല്ല? വല്ല കല്യാണത്തിനും പോണ? അതാ കോളേജിൽ പോണ? ഈ മുണ്ടിലും കുപ്പായത്തിലും ഒന്നും ഒരു കഥേവില്ലടാ. വെള്ളം കൊണ്ടുകൊടുത്താ വയസ്സറേട്ടാവുക ഇല്ല. ഉടുത്താലും ഉടുത്തില്ലേലും നമ്മ മക്കളെ അച്ഛൻ തന്നെയാണല്ലേ മകളെ. എന്നാലും നമ്മ മോശക്കാരനാകരുതല്ല. ഇരിക്കണ. ആ ഞാൻ ചെന്നിട്ട് അത്താഴം വിളമ്പൊന്നും പറഞ്ഞിരിക്കുമെന്ന് ഭാർഗവി. നമ്മള് രണ്ടാളും കൂടിയാ നേരം വെളുപ്പിക്കുമെന്ന് അവക്കറിയാം. ഇതെന്താണ് മിനിങ്ങിയില്ലെന്ന് തോന്നണല്ല? ആ മീനെങ്ങാനെ എവിടുന്നാണ്? 175 രൂപയുടെ മീനാണ് കിട്ടിയത്. 18 ആള്. ഒരാൾക്ക് എന്നാ കിട്ടാനാ? പിന്നെ ഭാർഗവിയുടെ കയ്യിൽ നിന്നൊരു 10 രൂപ വാങ്ങിച്ച് 100 ചാരായം അടിച്ച് വെറുതെ മണപ്പിക്കാമെന്നല്ലാതെ നമ്മക്ക് 100 എന്നാ ചെയ്യാനാ? ഇതങ്ങോട് വെച്ചേ. ഇതെന്താണിത്? മകക്കട കാര്യത്തിന് കായ് കുറച്ചു മതിയാ. അതിരിക്കട്ടെ. നീ തിന്നാൻ പറഞ്ഞ പോലെ നോക്കണമെന്താണ്? ആവശ്യത്തിനുള്ള കാശ് എന്റെ കയ്യിലുണ്ടടാ. പൊങ്ങച്ചൻ പറയരുതേ കേട്ടാ. പിന്നെ നീ എന്തിനാണ് പുള്ളാച്ചനോട് കായ് കടം ചോദിച്ചത്? അതൊരു ഉറപ്പിന്. ഇതുറപ്പിന് പറ്റുകയല്ലേ? കൈ കാശില്ലാത്തപ്പോ നീ കടം മേടിക്കേണ്ട കാര്യമുണ്ടാ? കാര്യത്തിനല്ലേ മേടിച്ചത്. കൈ കിട്ടുമ്പോ അങ്ങാട്ട് കൊടുക്കണം. കടലിൽ മീനുള്ളപ്പോ പിന്നെ എന്താന്ന്? പിന്നൊരു ചാകരയ്ക്കുള്ള കോള് കാണുന്നുണ്ട്. നമ്മക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. മകൾ എന്നാണ് കോളേജിൽ ചേരണത്? 3-ാം തീയതി ഇന്റർവ്യൂ. അവന് കൊടലി തീ പിടിച്ച്. ആര് തരുമെന്നോർത്തിരിക്കുകയായിരുന്നു. കൊച്ചുരാമൻ പറയണ പോലെ ഒരു ചാകരക്കോള് കിട്ടിയാതുമ്മ ജയിച്ച്. കടലമ്മക്കറിയാ അച്ഛനെ മകളെ.
Seemed amazed at the apparition. He could not revive their old friendship. At last he smiled and said, "Little one, are you going to your father-in-law's house?" But Minnie now understood the meaning of the word father-in-law, and she could not answer him as of old. She blushed at the question and she stood before him. And she blushed at the question and stood before with her bride-like face bowed down. I remembered that day when the Kabuliwala. ഹായ്, എന്താ ഇത്? ആളെ കണ്ടിട്ട് അറിയണില്ലല്ലോ. ചാകരക്കോള്. പുത്തനാണ്. ലൈറ്റ് കളർ എടുത്താ മതി. എത്ര വട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് കടുത്ത നിറാണ് ഇഷ്ടം. മറ്റേ ടേസ്റ്റ് പോവില്ലല്ലോ. നീ ഒരു കെട്ടിലമ്മ. പിന്നെയുണ്ടൊരു സൂത്രം. എന്താ അത്? ഹായ്, വാച്ചോ? ഞാൻ വിചാരിച്ചു കിട്ടിയ കാശ് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടാവുന്ന്. ഇനി അത് പോരല്ല. ഇനി ഉഴപ്പി നടക്കാൻ പറ്റൂല. വോട്ട് വാങ്ങണം, കുടിവെക്കണം, പിന്നങ്ങനെ പലതും. കുറച്ച് കായ് ഞാൻ ബാങ്കിലിട്ട്. അപ്പോ നന്നാകാൻ തീരുമാനിച്ചിരിക്കയാണ്. അച്ഛാ, രഘു വാച്ച് വാങ്ങി. വാങ്ങിച്ചിട്ട് എന്തിനാണ്? സമയം അറിയണമെങ്കിൽ മേലാട്ട് നോക്കണം. വായന നിന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഇപ്പം വന്ന് കാണുമെന്ന്. നീ പോയിരുന്ന് വായിക്കണേ. രാഘവൻ ഇരിക്കാൻ പോണേണ. നിങ്ങയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. അവ ഇപ്പൊ ഒന്നിനും രണ്ടിലും പഠിക്കണ കൊച്ചു പെണ്ണൊന്നുമല്ല, കോളേജിലാണ്. ഒരു കുന്നാത്രം പഠിക്കാനുണ്ട്. പഴയ പോലെ ഇനി കളിച്ചു നടക്കാനൊന്നും അവക്ക് സമയമില്ല. എന്റെ പൊന്നുമകൻ വീട്ടിലാട്ടു. നീ വായിക്കടി. പറഞ്ഞാ പിടിക്കുകയല്ല. ഇപ്പോഴും കൊച്ചുങ്ങളാണെന്നാണല്ലോ ആ വിചാരം.
കോഴിക്കോടും കൊച്ചിയിലും നല്ല സാധനം വേണമെങ്കിൽ ഇങ്ങാട് ഞാൻ തരാൻ നല്ല ആളുകൾ എന്റെ അടുത്ത് വന്ന് മീൻ വാങ്ങിക്കും നീ ആയിരുന്നാ മുഖത്താട്ടി ഞാൻ നോക്കിയില്ല കേട്ടാ നിനക്ക് മീൻ വേണേടാ എനിക്ക് മീനൊന്നും വേണ്ട ഞാൻ വേറെ കാര്യം പറയാനാ വന്നത് കുറച്ചു ദിവസം ഞാൻ എത്രയാണ് വേണ്ടത് എന്താന്ന് വെച്ചാ കാര്യം പറയടാ അത് ഇത്തിരി രഹസ്യമാണ് ആ രഹസ്യമാണെങ്കിൽ പിന്നെ പറയാടാ മീൻ വിൽക്കുന്ന ഇടയിലാണ് നിന്റെ രഹസ്യം പറച്ചില് സാറേ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോണ്ട് പോണം സാർ ആഹാ മീൻ മേടിക്കാൻ വന്നതല്ലേ ചന്തം കാണാൻ വന്നതായിരിക്കും ചന്തം നോക്കാനാണ് ഇതേ നോക്കി പിന്നെന്തിനാണോ ഒന്ന് വായിക്കേണ്ട നിൽക്കുന്നത് എന്താന്ന് വെച്ചാ പറയടാ പൊന്നെ ഞാൻ പറയണെന്ന് കേൾക്കുന്ന ചേച്ചി ഞാനും നാളാണ് ചന്ദ്രിയനെ കാണുന്നത് ചന്ദ്രിയെ നീ നേരത്തെ കാണാത്തത് എന്റെ കുഴപ്പമാണ് ചേച്ചി ഇതിലേ വാ ചേച്ചി വാ 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 ഞാൻ അച്ഛനെ പറഞ്ഞോട്ടെ അതെന്തിനാണ് ഇനിയിപ്പോ അച്ഛനും കാണണമെന്നുണ്ട് ചേച്ചി ഇതിലേ വന്ന് വാങ്ങിക്കേണ്ട വാ വാ അല്ല പെണ്ണി ചോദിക്കാനാ പെണ്ണി ചോദിക്കുന്ന മീൻ ചന്തയിലാണ് കേട്ടോ നമ്മളെല്ലാം ചേച്ചി കൊച്ചിനവരോട് ചോദിക്കും എന്നിട്ട് സമ്മതമാണ് ഞാൻ അച്ഛനെ കൂട്ടി വരാം നമ്മുടെ കൂട്ടത്തിൽ ഒരേ ഒരു പോസ്റ്റ്മാനാണ് അക്കാര്യം മറക്കണ്ട ഞാൻ എന്റെ രാഘവന്റെ അച്ഛനോടൊന്ന് ആലോചിക്കട്ടെ ഞാനും പറയുന്നത് കാര്യമായിട്ട് എന്നാ എന്റെ കച്ചവടം കൂടെ കഴിഞ്ഞിട്ട് പോവാനെ പോയിട്ട് പിന്നെ വരി മത്തിയില്ല അയിലാണ് പോയിട്ട് വരി രഹസ്യം പറച്ചില് നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു സംബന്ധാലോചനയാണ് വെക്കമ്മ തീർന്നു പോയി പിന്നെ സങ്കടപ്പെട്ടാ കിട്ടുകയില്ല എന്നെ ബോധിക്കണില്ലേ നിങ്ങക്ക്? നെറികേട് കാണിക്കുകയല്ല, കൊച്ചുരാമൻ എന്റെ കൂടപ്പിറപ്പാണ്. അപ്പൊ ഞാനാരാണ്? എന്നാട് നിങ്ങക്ക് വെറുപ്പാണോ? അയ്യോ അല്ല ചന്ദ്രി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്.
നുണയാണ് പറയണത്. എന്റെ മുത്തിനാളെ നേരാണ്. പെരുത്തിഷ്ടമാണ്. അത് പറയാനും കാണിക്കാനും അറിയാൻ മേല. വെറുക്കാൻ മേലാത്ത 3 കാര്യവും അച്ഛനുള്ളൂ. ഒന്നെന്റെ മുത്ത്, പിന്നെ ഈ കടല്, പിന്നെ നീ. മയക്കണ വർത്താനം പറയാനറിയാം. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണല്ല. ചീത്തപ്പേര് കേൾപ്പിക്കാണ്ട് വേഗം പോ. ചങ്കൊന്നും എടുത്ത് കാണിക്കണ്ട എന്റെ പൊന്നെ. എനിക്കറിയാം മൊരപ്പത്തരം കാണിക്കുമ്പോഴും എന്നോട് ഇഷ്ടാണെന്ന്.